സുരേഷ് ഗോപിക്കിട്ട് ചൂണ്ടിയ ഗണേഷ് കുമാറിന് സോഷ്യൽ മീഡിയ മാത്രമല്ല പൊങ്കാല നൽകിയിരിക്കുന്നത്. ഇപ്പോൾ മുകേഷ് നല്ല ഉശിരൻ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. മുകേഷ് സുരേഷ് ഗോപിയെ പറ്റി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. കമ്മീഷണർ എന്ന സിനിമയെ അത്രയധികം അദ്ദേഹം സ്നേഹിക്കുകയും അതില് ആ ഒരു സിനിമയോട് അത്രയധികം ഒരു തീവ്രമായ സ്നേഹം അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥത ആ ഒരു സിനിമയോടുണ്ടായിരുന്നു, ആ വേഷത്തോടുണ്ടായിരുന്നു. അത് മാത്രമേ അദ്ദേഹം ചെയ്തതായിട്ടുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിന്റെ മുഖം ചായം പൂശി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാപട്യമൊന്നും ഉള്ള ഒരു വ്യക്തിയല്ല സുരേഷ് ഗോപി എന്നുള്ള തരത്തിൽ തൻ്റെ ഏറ്റവും അധികം അടുത്ത ഒരു സുഹൃത്ത് എന്നാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ പോലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് ശരിയല്ല, അദ്ദേഹത്തിന്റെ വഴിക്ക് വിടുന്നതാണ് നല്ലത് എന്നുള്ളത് പറയാതെ തന്നെ പറഞ്ഞു മുകേഷ്. അത് ഗണേഷിന് കൊടുത്ത നല്ല ഉശിരൻ മറുപടി തന്നെയാണ്. നമുക്കറിയാം, KB ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സുരേഷ് ഗോപിയോട് ഒരു വല്ലാത്ത ഒരു 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 ദേഷ്യമല്ല, ഒരു വൈരാഗ്യത്തോടാണ് പലപ്പോഴും പ്രതികരിക്കുന്നത്. ഒരു എന്താ പറയുന്ന ഒരു പുച്ഛഭാവമാണ് എപ്പോഴും സുരേഷ് ഗോപിയോട് അദ്ദേഹം നൽകുന്നത്. നമുക്ക് തന്നെ അറിയാം, KB ഗണേഷ് കുമാർ തൃശ്ശൂർക്കാർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് സുരേഷ് ഗോപിയെ തൃശ്ശൂർ ജയിപ്പിച്ചെന്ന്, അത് അവർ തിരുത്തുമെന്നൊക്കെയുള്ള പ്രസ്താവനകളായിരുന്നു. അതിനുശേഷം ഒരു തൊപ്പി വിവാദം വന്ന് കമ്മീഷണർ തൊപ്പി ഇതുവരെ സുരേഷ് ഗോപി തലയിൽ നിന്ന് ഊരിയില്ലാത്രേ, അതുകൊണ്ട് കുറെ നാൾ കാറിന്റെ പുറകിൽ വെച്ചിരുന്നു എന്നൊക്കെയുള്ള പല വിവാദങ്ങളായിരുന്നു. പക്ഷെ അത് സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് ഓരോന്നിനും മറുപടി എന്നുള്ള രീതിയിൽ പ്രേക്ഷകർ അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ അത് ഏറ്റെടുത്ത്, ഒരുപക്ഷെ തൃശ്ശൂർക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ അത് ഏറ്റെടുത്ത് ഗണേഷ് കുമാറിന് കൃത്യമായ മറുപടി തന്നെ നൽകി. ഈ പറഞ്ഞതുപോലെ തൃശ്ശൂർക്കാർക്ക് പറ്റിയ അബദ്ധമൊന്നുമല്ല, തൃശ്ശൂർക്കാര് ബുദ്ധിപൂർവം ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി അവിടെ ജയിച്ചതാണ്. അത് അവര് മന്ദബുദ്ധികളോ അല്ലെങ്കിൽ അവർക്ക് പറ്റിയ അബദ്ധങ്ങളോ ഒന്നുമല്ല, അവർ ചെയ്തതിന് ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവർ അത്തരത്തിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ തൊപ്പി വിവാദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യത്തില് ഈ കമ്മീഷണർ തൊപ്പി അദ്ദേഹം ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ ₹1 പോലും അത്തരത്തിൽ വാങ്ങി. പക്ഷെ ഈ തൊപ്പി അദ്ദേഹം അതിന്റെ ഡയറക്ടറിൽ നിന്ന് സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അത്രയേറെ ആ സിനിമയോട് ഇഴുകിച്ചേർന്ന് അഭിനയിക്കുകയും അതിന്റെ ഒരു വാല്യൂ, അത് ആ ഒരു സിനിമ പുറത്തു വന്നപ്പോൾ റിലീസ് ചെയ്തപ്പോൾ തന്നെ അത്രയ്ക്കൊരു വാല്യൂ ആയിരുന്നു അതിന് നൽകിയിരുന്നത്. ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും സുരേഷ് ഗോപി ആ ഒരു പോലീസ് വേഷത്തിൽ തന്നെ നിൽക്കുന്ന, അല്ലെങ്കിൽ അതിലെ ഓരോ വാചകങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകൾ ഇപ്പോഴും ഓരോ പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. അത്രയേറെ അദ്ദേഹം ആത്മാർത്ഥമായി അഭിനയിച്ച ഒരു സിനിമ, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചെയ്ത അദ്ദേഹത്തിന്റെ കലാ ജീവിതത്തിൽ അദ്ദേഹം ചിലപ്പോൾ ഇഴകിച്ചേർന്ന് ചെയ്ത ഒരു സിനിമ തന്നെയായിരിക്കും. അതുകൊണ്ടായിരിക്കും ജനങ്ങൾ ഇത്രയേറെ അത് ഇഷ്ടപ്പെടുകയും അത് ഏറ്റെടുക്കുകയും ഗോപി എന്നൊരു നടൻ ജനങ്ങളിലേക്ക് എത്താൻ തന്നെ കാരണം ആ ഒരു സിനിമയാണ്. അങ്ങനെ ആ ഒരു തൊപ്പി അദ്ദേഹം സ്വീകരിക്കുകയും അത് അദ്ദേഹത്തിന്റെ കാറിലായിക്കോട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലായിരിക്കോട്ടെ അത് സൂക്ഷിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് ആ തൊപ്പി നമുക്കെല്ലാവർക്കും അറിയാം, ഇടുക്കിയിൽ ഒരു കുട്ടിയെ രണ്ടാനമ്മ ക്രൂരമായി മർദ്ദിക്കുകയും മാനസികമായും ശാരീരികമായും പീഡനം അനുഭവിച്ച ആ കുട്ടി തൻ്റെ ഹീറോ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി ആണെന്ന് പറയുകയും അദ്ദേഹത്തെ കാണണമെന്ന് പറയുകയും ഈ സുരേഷ് ഗോപി ആ കുഞ്ഞിനെ കാണാൻ ചെല്ലുകയും ഈ തൊപ്പി അവന് നൽകുകയും ചെയ്തു. ഒപ്പം കമ്മീഷണർ സിനിമയിൽ ആ ഡയലോഗും പറഞ്ഞു കേൾപ്പിച്ചു, അവനൊരു പാട്ടും പാടി ഉമ്മയും കൊടുത്തിട്ടാണ് സുരേഷ് ഗോപി മടങ്ങിയത്. അപ്പൊ ഈ തൊപ്പിക്കഥ ബാക്കിയുള്ളത് ഗണേഷ് കുമാർ അറിയാതെ പോയി. മാത്രമല്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഗണേഷ് കുമാർ കാണുന്ന സുരേഷ് ഗോപി അല്ല തൃശ്ശൂർക്കാർക്കുള്ളത് അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിലുള്ളതെന്ന് പലപ്പോഴും ഗണേഷ് കുമാർ അങ്ങ് മറന്നുപോയി എന്നുള്ളതാണ്. മാത്രമല്ല, പല കാര്യങ്ങളും വിമർശിക്കുന്നുണ്ട് ഗണേഷ് കുമാർ. തൊപ്പിക്കഥ എനിക്ക് പറഞ്ഞാലെന്താ, അങ്ങനെ വിമർശിച്ചാലെന്താ എന്നൊക്കെ പറയുമ്പോൾ തിരിച്ച് ഗണേഷ് കുമാറിനോട് പല ജനങ്ങളും, അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ പത്തനാപുരത്തുള്ള ജനങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട്, താങ്കളുടെ ജീവിതം എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? താങ്കളുടെ പിതാവ് ബാലകൃഷ്ണപിള്ള പോലും തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് ഈ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ രാഷ്ട്രീയ ജീവിതത്തിൽ തൻ്റെ മകനെ കൈപിടിച്ച് കയറ്റിയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ പാതകം എന്നും പറഞ്ഞിട്ടുള്ള വീഡിയോകളാണ് എടുത്തിട്ട് പ്രചരിക്കുക. അതിൽ കൂടുതൽ ഒരു അച്ഛൻ മകനെ പറ്റി പറയുന്നതിൽ കൂടുതലൊന്നും ഗണേഷ് കുമാറിന് കിട്ടാനില്ല. മാത്രമല്ല, നമുക്കറിയാം, സോളാർ കേസ് വിവാദവുമായൊക്കെ ബന്ധപ്പെട്ട്
ഗണേഷ് കുമാർ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, സരിത പറയാതെ പറയുന്ന പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. രക്തബന്ധങ്ങളുടെ കഥകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഗണേഷ് കുമാർ വളരെയധികം നാറും. അന്ന് ഉമ്മൻചാണ്ടി പലതും മറച്ചു വെച്ചത് കൊണ്ട് മാത്രമാണ് ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതം ഇന്നും നിലനിൽക്കുന്നതെന്നും പറയുന്നുണ്ട്. മാത്രമല്ല യാമിനി തങ്കച്ചി ഭാര്യ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ള കഥകൾ, അവർ നിലവിളിച്ചുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പല അഭിഹിതങ്ങൾ. എന്തായാലും സുരേഷ് ഗോപിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലോ അല്ലെങ്കിൽ സ്ത്രീകളോ ഇത്തരത്തിൽ സുരേഷ് ഗോപിയെ വിമർശിക്കാനോ അല്ലെങ്കിൽ തെറ്റുകാരനെന്ന് കുറ്റപ്പെടുത്താനോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഗണേഷ് കുമാർ സുരേഷ് ഗോപിക്ക് എറിഞ്ഞ കല്ല് തിരിച്ച് ബൂമറാങ് പോലെ ഗണേഷിനാണ് പതിച്ചിരിക്കുന്നത്. ഏതായാലും കിട്ടിയതും കൊണ്ട് ഇപ്പൊ ആള് 2 ദിവസം കൊണ്ട് ഒരു അനക്കമില്ല. പക്ഷെ അതിനിടയിലാണ് മുകേഷ് ഇത്തരത്തിൽ സുരേഷ് ഗോപിയെ പറ്റി പറയുന്നത്. കാരണം നമുക്കറിയാം ഗണേഷ് കുമാർ ഒരു സഹനടൻ പോലും ചില സിനിമകളിലൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു രീതിയിലേക്ക് മാറി അദ്ദേഹം ആ ഒരു കലാജീവിതത്തിൽ മെച്ചപ്പെട്ടു വന്നില്ല. പല നടന്മാരും ഒക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു സഹനടൻ എന്നതിലപ്പുറം അദ്ദേഹത്തിന് കയറി വരാൻ കഴിഞ്ഞില്ല. ഇപ്പം മുകേഷ് ആയാലും ഗണേഷ് ആണെങ്കിലും സുരേഷ് ഗോപിയൊക്കെ ആ ഒരു അവരുടെ ഒരു ഏജ് ഗ്രൂപ്പിൽ ഒരേ സമയത്തൊക്കെ കലാജീവിത സിനിമയിലേക്ക് കയറി വന്നവരാണ്. എന്നാൽ അതേസമയം മുകേഷിനാണെങ്കിലും നല്ല പ്രാധാന്യമുള്ള വേഷങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സുരേഷ് ഗോപിയും അതിലേറെ നായക വേഷത്തിലേക്ക് എത്തിച്ചേരുകയൊക്കെ ചെയ്തു. പക്ഷെ ഗണേഷ് തൻ്റെ എന്താ പറയുന്നത് ഒട്ടും രക്ഷപ്പെട്ടില്ല. അത് തൻ്റെ വ്യക്തി ജീവിതത്തിലും രക്ഷപ്പെട്ടില്ല, കലാജീവിതത്തിലും രക്ഷപ്പെട്ടില്ല. അതിൻ്റെയൊക്കെ ഒരു ചൊരുക്കാലെ അതിൻ്റെയൊക്കെ ഒരു വൈരാഗ്യമൊക്കെ ആയിരിക്കാം സുരേഷ് ഗോപിയോട് കാണിച്ചത്. ചിലപ്പോൾ അന്നൊക്കെ എന്തെങ്കിലും ഇതേപോലെ സുരേഷ് ഗോപി തിരിച്ചിട്ട് കൊട്ടിക്കാണും, അതിൻ്റെയൊക്കെ ഒരു പ്രതികാരം ഇപ്പൊ തീർക്കുന്നതായിരിക്കും. പക്ഷെ ഒന്ന് ചിന്തിക്കുക, താങ്കൾ ഇപ്പോഴും പത്തനാപുരത്ത് തന്നെ നിൽക്കുകയാണ്. പക്ഷെ സുരേഷ് ഗോപിയെ തൻ്റെ കലാജീവിതത്തിലും അതുപോലെ തന്നെ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും ഉന്നതിയിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ താങ്കൾ കാണിക്കുമ്പോൾ തിരിച്ച് ആ വ്യക്തി എത്തരത്തിൽ എങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് സ്ഥാനമാണ് നൽകുന്നതെന്ന് ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനം വരെ അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഗണേഷ് എന്താ പറയുക, വൈരാഗ്യം കാണിക്കേണ്ടുന്നിടത്ത് കാണിക്കുക, അല്ലെങ്കിൽ വില പോവില്ല. അല്ലെങ്കിൽ ഈ പറയുന്നോണം സുരേഷ് ഗോപി മിണ്ടാതെ മൗനമായിട്ട് ഇരിക്കും, പക്ഷേ ജനങ്ങൾ എടുത്തിട്ട് തിരികെ കൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും മുകേഷ് വലിയ നല്ലൊരു മറുപടി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കാരണം മുകേഷും സുരേഷ് ഗോപിയൊക്കെ ആ ഒരു ജീവിതത്തിൽ അവരുടെ ഒരു കലാജീവിതത്തിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. മുകേഷ് മാത്രമല്ല സുരേഷ് ഗോപിയോടൊപ്പം അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടുള്ള പല സഹപ്രവർത്തകരും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇത്തരത്തിൽ സിനിമയിൽ അഭിനയിക്കും കിട്ടുന്ന ക്യാഷ് പലപ്പോഴും അദ്ദേഹത്തിന്റെ സമ്പാദ്യം പല ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൈയഴിഞ്ഞ് സഹായിക്കാം. അത് അന്നു മുതലേ ഇദ്ദേഹത്തിന്റെ വിവാഹ ജീവിതത്തിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ കലാജീവിതം തുടങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹം ചെയ്തിരുന്ന ഒരു പ്രവണതയാണ്. അത് രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ടോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ അദ്ദേഹം ചെയ്യുന്നതല്ല. അദ്ദേഹത്തിന്റെ കലാജീവിതത്തിൽ അത് ഫാസിൽ ഉൾപ്പെടെയുള്ള സംവിധായകരും പറയുന്ന ഒരു കാര്യമാണ്. കലാജീവിതത്തിൽ തുടരുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം ഇത്തരത്തിൽ നിർധനരായവർ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, സ്ത്രീകൾക്ക് ഒക്കെ വേണ്ടുന്ന കാര്യങ്ങൾ അത് ആരും അറിയാതെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. പലരും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സുരേഷ് ഒരു ഡയറക്ടർ ഇത്തരത്തിൽ പറഞ്ഞു, സുരേഷ് ഇങ്ങനെയൊന്നും ചെയ്യരുത്, സമ്പാദ്യം ഇങ്ങനെ എടുത്ത് ചെലവഴിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ ചില കാര്യങ്ങൾ, ഒരു ദർശനങ്ങളുണ്ട്. ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നത്. അത് മുകേഷിന് നന്നായിട്ട് അറിയാം. കാരണം മുകേഷിന് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ അടുത്തറിയാം, നന്നായിട്ട് അറിയാം. അവർ രാഷ്ട്രീയ ജീവിതത്തിൽ ചിലപ്പോൾ വിഭിന്ന അഭിപ്രായങ്ങളൊക്കെ കാണും, പക്ഷെ വ്യക്തി ജീവിതത്തിൽ അവർക്ക് വിമർശനങ്ങളില്ല, അഭിപ്രായങ്ങളില്ല. അവർക്ക് രണ്ട് നല്ല സുഹൃത്തുക്കൾ, പരസ്പരം മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളായിട്ടാണ് അവർ കഴിഞ്ഞിട്ടുള്ളതും കഴിയുന്നതും. മാത്രമല്ല ഇനിയും തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും. കാരണം അവർക്കറിയാം അവരെന്താണെന്നുള്ളത്. അപ്പം അത് മാത്രമല്ല നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കമ്മീഷണർ സിനിമ അദ്ദേഹത്തിന് എത്രമാത്രം ഇൻസ്പയർഡ് ആയിട്ടുണ്ട് എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. സുരേഷ് ഗോപി എന്നൊരു വ്യക്തി ഒരു സ്വാഭാവിക നടൻ മാത്രമാണ്. അത് അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിലും പുറമേ അദ്ദേഹം അത് കാണിക്കാറുണ്ട്. ഇപ്പോൾ ഒരു അഭിനയം മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ അഭിനയം അങ്ങ് ആക്ടിങ് എന്നുള്ള രീതിയിലല്ല അദ്ദേഹം പലപ്പോഴും അഭിനയിക്കുന്നത്. അദ്ദേഹം എന്താണോ അത് തന്നെയാണ് നമ്മൾ കാണുന്ന സിനിമയിലൂടെ അദ്ദേഹത്തെ കാണുന്നത്, വിഷ്വൽ മീഡിയയിലൂടെ അദ്ദേഹത്തിനെ കാണുന്നത്. പക്ഷേ
അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിൽ അത് തന്നെയാണ്. അപ്പൊ ഈ പല ആക്രോശങ്ങളും പല ദേഷ്യങ്ങളും അദ്ദേഹത്തിന്റെ പല മുഖഭാവങ്ങളും ശരിക്കും ഒരു നടന ആക്ടിങ് ആണ്, കമ്മീഷണർ സിനിമയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നില്ല എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ സുരേഷ് ഗോപി ഇരിക്കൂ. ഏതായാലും നമ്മൾ അദ്ദേഹത്തിന്റെ ആക്ടിങ് അല്ലല്ലോ ശ്രദ്ധിക്കേണ്ടുന്നത്, അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികളല്ലേ. അപ്പൊ എന്തൊക്കെ പ്രവർത്തികളാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് മാത്രം നോക്കൂ, അതിൽ വിലയിരുത്തുക.